ലൈംഗികാരോപണ വിവാദത്തിൽപ്പെട്ട രാഹുൽ മാങ്കുട്ടം എംഎൽഎക്ക് പുതിയ കുരുക്ക്. സ്ത്രീകളെ ശല്യപ്പെടുത്തിയെന്ന വകുപ്പ് ചുമത്തി കേസെടുത്തു. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉടൻ ആരംഭിക്കും. DGPയുടെ നിർദ്ദേശപ്രകാരമാണ് അടിയന്തര നടപടി. മാതൃഭൂമി ന്യൂസാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അനന്തദർശൻ വിവരങ്ങളുമായി ചേർന്നു. അനന്തൻ, ഇത്രനാളും നിയമപരമായി മറ്റ് പരാതികളോ ഇല്ല എന്നതായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് പിടിവലിയായി നിന്നത്. പക്ഷേ അതില്ലാതെ തന്നെ സ്വമേധയാ കേസെടുക്കുന്ന നിലയിലേക്ക് സർക്കാരും പോലീസും പോകുന്നു. എങ്ങനെയാണ് ഈ നടപടി നിലനിൽക്കുക? എന്തൊക്കെ വകുപ്പുകളാണ് ചുമത്തുന്നത്? എന്താണ് ഉടനടി പോലീസ് സ്വീകരിക്കാൻ പോകുന്ന നീക്കങ്ങൾ? ദിവിഷ്, രാഹുൽ മാങ്കുട്ടത്തിനെതിരായ പോലീസ് നടപടി സംബന്ധിച്ച വാർത്ത ആദ്യം പുറത്തുവിട്ടത് മാതൃഭൂമി ന്യൂസാണ്. അല്പസമയം മുമ്പാണ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാഹുൽ മാങ്കുട്ടത്തിലുമായി ബന്ധപ്പെട്ട് നിരവധി ലൈംഗിക ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് നിലവിൽ നിയമ നടപടി സംബന്ധിച്ചുള്ള കൂടിയാലോചനകളാണ് പോലീസ് തലപ്പത്ത് നടന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്ഥാന പോലീസ് മേധാവി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശം നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സ്ത്രീകളെ ശല്യം ചെയ്ത വകുപ്പ് അടക്കം ചുമത്തിക്കൊണ്ടാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നമ്മൾ അന്വേഷിക്കുമ്പോൾ ഏത് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കുന്നത്. ആ പരാതികൾ അദ്ദേഹം സംസ്ഥാന ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൈമാറിയിട്ടുണ്ട്. ആ പരാതി കൂടി ഇനി പരിഗണിച്ചുകൊണ്ടാകും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് പോവുക. നിലവിൽ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ പുറത്തു വന്നിരിക്കുന്ന 2 ആരോപണങ്ങളാണ്. ഒന്ന്, സ്ത്രീകളെ ശല്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ചാറ്റ് വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ. മറ്റൊന്ന്, ഈ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണമാണ്. പക്ഷേ ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ പോലീസിന് കുറച്ച് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ്, ഇപ്പോൾ ആദ്യം ഈ പരാതിയുമായി രംഗത്ത് വന്ന റിനി ആൻഡ് ജോർജ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് ശരി, ഇല്ല അനന്തരം, ഇതിലൊരു വിഷയം, ഈ റിനിയാണ് ആദ്യം ഇങ്ങനെ ഒരു പരാതിയുമായി രംഗത്ത് വരുന്നത്. ഇത്തരം ചാറ്റുകൾ നടത്തിയിരുന്നു. പിന്നീട് ഹണി ഭാസ്കർ പരാതിയുമായി വരുന്നു. അതിനു മുൻപും ശേഷവും ഒക്കെയാണ് ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഓഡിയോ സന്ദേശങ്ങളൊക്കെ പ്രചരിച്ചത്. അപ്പോൾ ഇത്രയുമാണ് പ്രത്യക്ഷത്തിലുള്ള കാര്യങ്ങൾ. പക്ഷേ ഈ 2 പേർ, ആദ്യത്തെ റിനി ആകട്ടെ ഹണി ആകട്ടെ, അവർ പരാതി നൽകാൻ തയ്യാറായിട്ടില്ല എന്നാണ്. പിന്നെ ഏത് നിലയ്ക്കുള്ള പരാതികളാണ് പോലീസിന്റെ കൈവശം എത്തിയിരിക്കുന്നത്? മറ്റാരെങ്കിലും രാഷ്ട്രീയപരമായി എന്ന നിലയിൽ തന്നെ മറ്റാരെങ്കിലും പരാതി നൽകുകയാണോ ഉണ്ടായത്? എന്താണ് പോലീസ് അതിൽ വ്യക്തമാക്കുന്നത്? ദിവിഷ്, ഈ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉള്ള ആരോപണങ്ങൾ ആദ്യം റിനിയാണ് ഉന്നയിക്കുന്നത്. അതിനുശേഷം ഹണി ഭാസ്കർ വരുന്നു. അതിനുശേഷം പിന്നീട് ശബ്ദരേഖയാണ് വന്നത്. ആ ശബ്ദരേഖ ആരുടേതാണ് എന്ന് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ഈ ആരോപണങ്ങൾ ഒന്നൊന്നായി വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ 3 കക്ഷികളാണ് എറണാകുളത്തും തിരുവനന്തപുരത്തും പാലക്കാടുമൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകിയത്. അതുമായി ബന്ധപ്പെട്ട കേസെടുക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമ ഉപദേശം പോലീസ് തേടിയിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവിക്ക് തന്നെ ചില പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അത് നേരിട്ട് ഉള്ള പരാതിക്കാരാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കുന്നത് തനിക്ക് ലഭിച്ച പരാതികൾ, ഒരുപാട് പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്, അത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ പരാതികൾ കൂടി പരിഗണിച്ചുകൊണ്ടാകും ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ആരുടെ പരാതിയിലാണ്, അതല്ലെങ്കിൽ നമുക്ക് ആദ്യം കിട്ടുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വമേധയാ ക്രൈംബ്രാഞ്ച് കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇനി ആരുടെങ്കിലും പരാതിയിൽ മൊഴിയെടുത്ത ശേഷം കൂടുതൽ നടപടികളിലേക്ക് പോകുമെന്നുള്ള കാര്യം ഇനി വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും. പക്ഷേ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഇപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഇതിന് ഒരുപാട് പരാതിക്കാർ അല്ലെങ്കിൽ ഒരുപാട് പേർ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുള്ളത് കൊണ്ട് ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആകണം ഇത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കേസെടുത്ത് മുന്നോട്ട് പോകട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തുമ്പോൾ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ വെറും രാഷ്ട്രീയ ആരോപണം മാത്രമല്ല അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹം അതിനെ ഒരു കുറ്റകൃത്യം എന്ന നിലയ്ക്ക് തന്നെയാണ് അവതരിപ്പിച്ചത്. രാഹുൽ മാങ്കുട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് ഗൗരവമായ കുറ്റകൃത്യം സംഭവിച്ചിരിക്കുന്നു, പരാതിക്കാരുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കും സർക്കാർ എന്നുള്ള ഒരു സന്ദേശം കൂടി മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് ആസ്ഥാനത്ത് കൂടിയാലോചനകൾ നടക്കുകയും സംസ്ഥാന പോലീസ് മേധാവി രാഹുലിനെതിരെ കേസെടുക്കാനുള്ള നിർദ്ദേശവും നൽകുകയും ചെയ്തത്. അപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു പക്ഷേ നേരിട്ട് പരാതിക്കാർ സർക്കാരിനെ അല്ലെങ്കിൽ പോലീസിനെ സമീപിച്ചിരിക്കാനുള്ള സാധ്യത കൂടി ഉണ്ട്. അനന്തരം, ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കേസെടുത്താലും നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് സ്ത്രീകളെ ശല്യം ചെയ്യുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നതെന്നാണ്. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഇപ്പോൾ പോലീസ് തന്നെ എടുക്കുന്ന നടപടികളാണ്. അതിൽ ഏതറ്റം വരെ പോലീസിന് ഈ നിലയിൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയും? നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മാങ്കുട്ടത്തിന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിനപ്പുറമുള്ള വകുപ്പുകൾ ചുമത്തണമെങ്കിൽ ഗുരുതരമായ ആരോപണങ്ങൾ, ഒരു ലൈംഗിക പീഡനം അടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടണം. അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പരാതി പുറമേ ഒരു ആരോപണമായി വന്നിട്ടില്ലെങ്കിലും ഒരു പരാതി നേരിട്ട് സർക്കാരിലേക്കോ അല്ലെങ്കിൽ പോലീസിലേക്കോ എത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റോക്കിങ്ങുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യം ചെയ്യുകയും
അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ളൊരു കേസാണ്. അതിനൊരു പക്ഷേ ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട ഒരു ശബ്ദരേഖ പുറത്തു വന്നിരുന്നു. ആ ശബ്ദരേഖയിൽ സെക്കൻഡുകൾ മതി എനിക്ക് കൊല്ലപ്പെടുത്താൻ എന്നൊക്കെയുള്ള പരാമർശങ്ങൾ രാഹുലിൻ്റെതെന്ന് പറയുന്ന ഓഡിയോയുടെ ഭാഗത്ത് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ തെളിവായി പോലീസ് സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും കേസെടുത്ത സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന്, ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് നടക്കും. ഡിജിറ്റൽ തെളിവുകൾ അടക്കം അവർ ശേഖരിക്കും. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ കണ്ടെത്തിയാൽ കുറച്ചുകൂടി ഗൗരവമായ നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. ശരി, വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളാണ് ആർ അനന്തകൃഷ്ണൻ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തിരിക്കുന്നു. ക്രൈംബ്രാഞ്ചാണ് സംഭവം അന്വേഷിക്കുക.